സലീം കുമാറിന് അമ്മയാണ് ലോകത്ത് വെച്ച് എല്ലാവരേക്കാളും, ഭാര്യയെക്കാളും, മക്കളെക്കാളും, സഹോദരങ്ങളെക്കാളും, എല്ലാവരേക്കാളും, അച്ഛനേക്കാളും ഇഷ്ടം അമ്മയാണ്. അമ്മയുടെ മനസ്സിൻ്റെ പ്രാർത്ഥനയാണ് നമ്മുടെ സലീം കുമാറിന് കിട്ടിയിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും എന്ന് ആൾ വിശ്വസിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. അമ്മയാണ് ഇവരെ മക്കളെ വളർത്തി കൊണ്ടുവന്നത്. അമ്മയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ലരിയാൻ പോയും ചകിരി പിരിക്കാൻ പോയും നാട്ടിലെല്ലാ പണികൾക്കും പോയിട്ടാണ് ഇവരെ വളർത്തിയത്. അപ്പോൾ അന്ന് അച്ഛൻ മരിക്കുമ്പോൾ 2 മാല അമ്മയുടെ കഴുത്തിലുണ്ട്. ആ മാല 2 പെൺമക്കളുണ്ട്. അപ്പോൾ അമ്മ പറയാറ്, എൻ്റെ ഈ മാല എൻ്റെ പെൺമക്കൾക്ക് കല്യാണത്തിന് ഞാൻ കൊടുക്കും. അപ്പോൾ ചേട്ടന്മാരൊക്കെ പറഞ്ഞു, അമ്മ കൊടുത്തോ, അത് ഞങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ ഞങ്ങൾ അമ്മയ്ക്ക് 2 മാല വാങ്ങിച്ച് തരണ്ട് കേട്ടാന്ന് പറയും. അങ്ങനെ പെൺമക്കളെ കല്യാണം വന്നപ്പോൾ മാല ഊരി പെൺമക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ മാല കൊടുത്തു, ഓരോ പവൻ്റെ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി. ചേട്ടന്മാർക്കൊക്കെ നല്ല ജോലി കിട്ടി, നല്ല സമ്പാദ്യമായി. പക്ഷെ അമ്മയ്ക്ക് മാല മാത്രം വാങ്ങിച്ചു കൊടുത്തില്ല. അന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ സലീം കുമാറിന് വലിയ വരുമാനമോ കാര്യങ്ങളൊന്നുമില്ല. നക്കാപ്പിച്ച കാശുണ്ടെങ്കിൽ മിമിക്രികളൊക്കെ പോയാൽ കിട്ടുക. അങ്ങനെ സലീം കുമാറിൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോൾ സലീം കുമാറിന് ആ ഒരു വിഷമം, അമ്മ അച്ഛൻ്റെ ലുങ്കിയും അച്ഛൻ്റെ ഷർട്ടും ഇട്ട് പണിക്ക് പോകുന്ന ആ ഒരു രംഗം എന്നും ആലോചിക്കും. അങ്ങനെ ഇപ്പോൾ ഇവർക്കൊക്കെ ജോലിക്കൊക്കെ ആയപ്പോൾ അമ്മ ജോലിക്ക് പോക്കൊക്കെ നിർത്തി. അപ്പോൾ മാല മാത്രം അമ്മയുടെ കഴുത്തിൽ വന്നില്ല, ചേട്ടന്മാരെടുത്ത് കൊടുത്തുമില്ല. അപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ ഭാര്യയോട് പറഞ്ഞു, നിൻ്റെ ഒരു മാല അമ്മയ്ക്ക് ഊരി കൊടുക്കും നീ. അപ്പോൾ സലീം കുമാറിൻ്റെ ഭാര്യ പറഞ്ഞു, സന്തോഷത്തോடு കൂടിയിട്ട് 2 പവൻ്റെ മാല ഊരി അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ അമ്മ മരിക്കുന്നവരെ ആ മാല കഴുത്തിൽ നിന്ന് മാറ്റിയിട്ടില്ല. അമ്മ മരിച്ചപ്പോൾ സലീം കുമാർ ആ മാല എടുത്ത് സൂക്ഷിച്ചു. ഇപ്പോഴും എവിടെ പോയാലും എന്ത് ചെയ്യാലും ഒരു നല്ല കാര്യം ചെയ്യാൻ വെച്ചാൽ ആ മാല എടുത്ത് അമ്മോട് സംസാരിക്കും. ഒരു നിധി പോലെ അമ്മ എന്നും കൂടെ ഉണ്ടെന്നാണ് സലീം കുമാറിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്. ആ അമ്മയുടെ ആ മാലയുടെയും ആ ഒരു ബന്ധം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര വലിയൊരു ബന്ധമാണ് അത്. അങ്ങനെ ഇപ്പം എന്തുണ്ടായി, സലീം കുമാർ മരിച്ചു. സലീം കുമാർ മാലയും കൊണ്ട് അമ്മയുടെ അടുത്ത് പോയിരിക്കുക. ഇനിയിപ്പോൾ അമ്മയുടെ ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അന്ന് സലീം കുമാർ പറഞ്ഞിട്ടുണ്ട്, അന്ന് ചെറുപ്പത്തിലെ അച്ഛന് പകരം അമ്മയാണ് മരിക്കുന്നതെങ്കിൽ സലീം കുമാർ ജീവിച്ചിരുന്നതിനില്ല എന്നാണ് പറയണത്. എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ആത്മാർത്ഥ ഇഷ്ടമായിരുന്നു അമ്മയോട്. ഇന്നുള്ള മക്കൾ ഈ സലീം കുമാറിൻ്റെ വാക്ക് കേട്ട് പഠിക്കണം. ഇന്നിപ്പോൾ വയസ്സായ അമ്മേനെ എവിടെയോ കൊണ്ട് ഉപേക്ഷിക്കേണ്ടതെന്ന് ആലോചിച്ച് നടക്കുന്ന മക്കളാണ്. വയസ്സായി കഴിഞ്ഞാൽ അവർക്കൊരു ഭാരമായിട്ട് മാറണം. അപ്പോൾ സലീം കുമാർ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ആൾ പറഞ്ഞു, ആ മാലയാണ് എൻ്റെ ബലം, എൻ്റെ അമ്മയുടെ ആകെ കഴുത്തിൽ കിടന്ന മാലയാണ് എന്നെ ജീവിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് അസുഖം വന്ന് ആശുപത്രിയിൽ നടന്നു. അപ്പോഴും അമ്മയാണ് രക്ഷിച്ചത്. ഇപ്പം മകനെ അമ്മയുടെ അടുത്തേക്ക് വിളിച്ചു. ആദാമിൻ്റെ മകൻ അബു, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം. എനിക്ക് ഒരു കോമഡി നടനായി കാണാൻ സലീം കുമാറിന് ഇഷ്ടമല്ല, ക്യാരക്ടർ റോള് കാണാനാണ് ഇഷ്ടം. ഗംഭീര നടനാണ്. അതിൽ നാഷണൽ അവാർഡ് കിട്ടി. പക്ഷേ ഇവിടെയുള്ള ബുദ്ധിജീവികൾക്കും ഇവിടെയുള്ള മറ്റുള്ള ആൾക്കാർക്കും ഈ ദേശീയ അവാർഡ് നമ്മുടെ സലീം കുമാറിന് കിട്ടിയാൽ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിമിക്രിക്കാരന്, ഒരു നിസ്സാര മിമിക്രിക്കാരന്, കാണാൻ ഒരു കോലമില്ലാത്തൊരു മിമിക്രിക്കാരന് ദേശീയ അവാർഡ് കിട്ടിയതിൽ അവർക്ക് പുച്ഛം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് സലീം കുമാറിന് കോമഡി പടങ്ങളും ഇല്ല, ക്യാരക്ടർ റോളുകളും ഇല്ല. മലയാള സിനിമ പരിഷ്കരിച്ച പോലെ, അന്ന് പരിഷ്കരണമില്ല, പരിഷ്കരിച്ച പോലെയാണെന്ന് അന്ന് ഏതെങ്കിലും ദിലീപിൻ്റെ പടങ്ങളിൽ വന്നാലായി അത്ര തന്നെ. അപ്പോൾ സലീം കുമാറിന് അതൊരു വലിയ ഫീലിങ്സായി. സലീം കുമാർ അന്ന് പറയുകയും ചെയ്തു, നാഷണൽ അവാർഡ് കിട്ടേണ്ടായിരുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞുടി മുട്ടിയ പോലെയായി നാഷണൽ അവാർഡ്. പക്ഷേ അവിടെയും സലീം കുമാറിനെ രക്ഷിച്ചു സലീം കുമാറിൻ്റെ അമ്മ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ വരാനായിട്ട് ഏറ്റവും അധികം ആഗ്രഹിച്ചത് അമ്മ തന്നെയാണ്. ഇവിടെ അവർ പരിഷ്കരിച്ചോട് കൂടിയിട്ട് സലീം കുമാറിന് തമിഴിൽ, തെലുങ്കിൽ ഒക്കെ നല്ല ചാൻസുകൾ വന്നു. അവിടെ നിന്ന് വീണ്ടും കോമഡി അവാർഡ് വീണ്ടും വാങ്ങിച്ചു. അതാ പറഞ്ഞത്, ഒരു ആൾക്കാർ തോൽപ്പിച്ചാലും തോൽക്കാത്ത ഒരു വ്യക്തിത്വം, ആരോടും മനോഹരമായി സംസാരിക്കുന്ന ഒരാൾ, ആരോടും വിദ്വേഷം വെച്ച് വയ്ക്കാത്ത ഒരാൾ, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഉന്നത കലാകാരനാണ് സലീം കുമാർ. ഇനിയിപ്പോൾ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ആത്മാവിന് നിത്യശാന്തി നേരുക മാത്രമേ നമുക്ക് കഴിയുള്ളൂ. നല്ലൊരു നടൻ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടു.
മലയാള പ്രേക്ഷകർക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി.